ഹലോ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് പെട്ടെന്നൊരു കറി വെച്ചാലോ? കിഴങ്ങും തക്കാളി ആയാലോ ഇന്നത്തെ കറി? വാ നോക്കാം. ഞാനിവിടെ 3 കിഴങ്ങ്, 4 തക്കാളി, ഒരു ചെറിയ സവോള കഴുകി ക്ലീനാക്കി ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ചെറിയൊരു കുക്കർ എടുക്കുക. കുക്കറിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കിഴങ്ങ്, തക്കാളി, സവോള എല്ലാം കൂടെ ഒരുമിച്ച് ചേർക്കുക. ചേർത്തതിന് ശേഷം അല്പം ഉപ്പ് അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒരു 1.5 കപ്പ് വെള്ളം ഒഴിക്കുക. 1.5 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം തീ കത്തിച്ചതിന് ശേഷം കുക്കർ അടുപ്പത്ത് വെച്ച് ഒരു വിസിൽ വിടുക. ഒറ്റൊരു വിസിൽ വിട്ടാൽ മതി. കാരണം അധികം വിസിലായി കഴിഞ്ഞാൽ കിഴങ്ങും തക്കാളിയാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. അതുകൊണ്ട് ഒരു വിസിൽ വിട്ടാൽ മതി. അതാകുമ്പോൾ പാകത്തിന് നമുക്ക് കിട്ടും. അതിന് ശേഷം വെന്ത കിഴങ്ങും തക്കാളി എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം അവിടേക്ക് തന്നെ ഒരു ചെറിയ ചീനച്ചട്ടി വെക്കുക. ചീനച്ചട്ടി വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു 3 സ്പൂൺ മുളക് പൊടി, 4 സ്പൂൺ മല്ലിപ്പൊടി, ഒരു ചെറിയ സ്പൂൺ ഗരം മസാല. മുളക് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇടാവുന്നതാണ്, എരിവിനനുസരിച്ച് ഇടാവുന്നതാണ്. ഞാനിവിടെ ചെറിയൊരു 3 സ്പൂൺ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഗരം മസാലയും അധികം ചേർക്കേണ്ട, അതും ശരീരത്തിന് വളരെയധികം ദോഷം ചെയ്യുന്ന ഒന്നാണ്. അതിനുശേഷം തീ കത്തിച്ച് ചെറിയ ഫ്ലെയിമിൽ വെക്കുക. ഫ്ലെയിം കൂടിപ്പോയി കഴിഞ്ഞാൽ അത് പൊടി കരിഞ്ഞു പോകും. അതുകൊണ്ട് ചെറിയ ഫ്ലെയിമിൽ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. കൈ മാറ്റാൻ പാടില്ല, കാരണം ഇത് കരിഞ്ഞു പോകാനുള്ള സാധ്യതകളെല്ലാം ഉണ്ട്. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ചെറിയൊരു മണം വരും. ചെറിയൊരു ബ്രൗൺ കളറാകുമ്പോഴേക്കും എടുത്ത് മാറ്റി വെക്കാവുന്നതാണ്. ഇതേ ഒരു കളറാകുമ്പോഴേക്കും നമുക്ക് എടുത്ത് മാറ്റാവുന്നതാണ്. അതിലേക്ക് തന്നെ വേറൊരു ചീനച്ചട്ടി എടുത്ത് വെച്ച് ചീനച്ചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷം അല്പം വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ കടുക് അധികം ഇടേണ്ട, ഒരു സ്പൂൺ കടുക് ഇട്ടതിന് ശേഷം അത് നന്നായിട്ട് പൊട്ടി വരുമ്പോഴേക്കും ഒരു 4 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത് അത് അതിലേക്ക് ഇടുക. അതിന് ശേഷം അല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി ചെറിയ ഒരു ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച കിഴങ്ങ്, തക്കാളി, സവോള എല്ലാം കൂടെ അതിലേക്ക് ചേർത്തതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ച പൊടികൾ അതും ചേർത്ത് നന്നായിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഫ്ലെയിം നമ്മൾ ചെറിയ തീയിൽ വെക്കുക. ചെറിയ തീയിൽ വെച്ചില്ലെങ്കിൽ വല്ലാണ്ട് തിളച്ച് പോകും. അതുകൊണ്ട് ചെറിയ തീയിൽ വെച്ച് നന്നായിട്ടൊന്ന് കുറച്ച് നേരം ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അതിലേക്ക് അല്പം പാലധികമാകാൻ പാടില്ല. ഒരു ചെറിയ ഗ്ലാസ്സിൽ ഒരു 1/4 ഗ്ലാസ് പാല് നന്നായിട്ടൊന്ന് ചേർത്തതിന് ശേഷം ഫ്ലെയിം ഓഫാക്കുക. കാരണം പാല് ചേർത്തതിന് ശേഷം തീ കത്തിച്ചിട്ടുണ്ടെങ്കിൽ കറി കേടായിപ്പോകും. അതുകൊണ്ട് പാൽ ഒഴിച്ചതിന് ശേഷം അന്നേരം അത് തീ ഓഫാക്കിയതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം അത് മാറ്റി വെക്കുക. തീ ആറുന്നതിന് മുമ്പ് തന്നെ ആ ചൂടോടെ തന്നെ വേറൊരു പാത്രത്തിലേക്ക് നിങ്ങൾക്ക് എടുത്ത് മാറ്റി വെക്കാവുന്നതാണ്. ഇത് അടിപൊളിയായിട്ട് ചോറിനും ചപ്പാത്തിക്കും ദോശ, ഇഡ്ഡലി എല്ലാത്തിനും പറ്റിയ നല്ലൊരു അടിപൊളി കറിയാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്ത് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.